ഗജാനനം ഗജമനുജാദ്ഭുതാകൃതിം പ്രജാപതി പ്രഭൃതിസുരേശ്വരാർച്ചിതം ഉമാത്മജം യമിഹൃദയാംബുജാലയം നമാമ്യഹം ശരവണജാതപൂർവജം. ജഗന്നിയന്താക്കളായ പരമേശ്വര ദമ്പതികളുടെ പൊന്നോമനയായി ഏഴകളുടെ ദുരിതമകറ്റാൻ ഊഴിയിൽ അവതാരം പൂണ്ട ശ്രീ സുബ്രഹ്മണ്യൻ, ലോകകണ്ടകനായ താരകനെ കാലനൂർ കയക്കാൻ മയിൽപ്പുറത്തേറി ദേവസേനയെ നയിച്ച ദേവസേനാപതി, അച്ഛനിൽ നിന്നും കാലബോധത്തിൻ്റെ മൂലമന്ത്രം പഠിച്ച് അച്ഛൻ്റെ തന്നെ ഭിക്ഷാടനയോഗവും ജ്യേഷ്ഠനായ ഗണപതിയുടെ ഏകദന്തയോഗവും പ്രവചിച്ച ജ്യോതിഷേശ്വരൻ പയ്യന്നൂർ പെരുമാൾ, പയ്യന്നൂരിൻ്റെ കുലദേവത, പരദേവത. പെരുമാളുടെ കനകവിഗ്രഹം തൊഴുത് അവിടുത്തെ തൃക്കാൽ തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹസാന്ദ്രമായ ദൈവജ്ഞൻ്റെ അന്തരാളങ്ങളിൽ പൃച്ഛകൻ്റെ മനോഗതം തെളിയുന്നു. അവിടെ ആത്മീയ ശക്തി ഉണരുന്നു. പിഴക്കാത്ത പ്രവചനങ്ങളിലൂടെ ശാന്തരുടെ ഉള്ളിൽ സംതൃപ്തിയും സമാധാനവും നിറയുന്നു. ചരിത്രപ്രസിദ്ധമായ പയ്യന്നൂർ ജ്യോതിഷ പണ്ഡിതരുടെ സുധർമ്മയാണ്. ദിഗന്ധങ്ങളിൽ പയ്യന്നൂരിൻ്റെ നാമമെത്തിച്ച ദൈവജ്ഞരെത്രയെത്ര. അവരുടെ കൂട്ടത്തിൽ തലയുയർത്തി നിൽക്കുന്നു പയ്യന്നൂരിൻ്റെ ഭൂഷാമണിയെന്ന് മഹാകവി പി കുഞ്ഞിരാമൻ നായർ ഓമനിച്ച് വിളിച്ച ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് വി പി കെ പൊതുവാൾ. ഏഴിമല കടൽക്കാറ്റിൻ്റെ കളിനിലം പയ്യന്നൂർ, പയ്യന്നൂരിൻ്റെ ഭൂഷാമണി വി പി കുഞ്ഞിക്കണ്ണപ്പൊതുവാൾക്ക് ഇന്ത്യയിലെങ്ങും അറിയപ്പെടുന്ന ജ്യോതിശാസ്ത്ര പണ്ഡിതൻ. വെളുത്തു കുറുകിയ ഈ മനുഷ്യൻ അറിവിൻ്റെ നിധിയാണ്, ഗണിതത്തിന് ചക്രവർത്തിയാണ്, ആത്മീയതയുടെ പര്യായമാണ്, പ്രവചനങ്ങളിൽ മറ്റൊരു സ്കന്ദൻ. വളർച്ചയുടെ ദശകങ്ങൾ പിന്നിടുന്ന പൊതുവാൾ സ്ഥാപിച്ച ജ്യോതിസദനമെന്ന ഗുരുകുലം പിറവിയുടെ 50 ആണ്ടുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജ്യോതിസദനത്തിൻ്റെ സുവർണ ജൂബിലി ഗംഭീര പരിപാടികളോടെ ആഘോഷിച്ചു വരികയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വീരസ്മരണകൾ ഉണർന്നു കിടക്കുന്ന ഭൂമിയാണ് പയ്യന്നൂർ. ചരിത്രത്തിൻ്റെ അനേകം സന്ദർഭങ്ങളിൽ പയ്യന്നൂർ വളരെയേറെ പ്രശസ്തമായ പല സ്ഥാനങ്ങളും നേടിയെടുക്കുകയുണ്ടായി. ആ പയ്യന്നൂരിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ നെടുനായകത്വം വഹിച്ച ഒരു കേന്ദ്രമായി ഈ ജ്യോതിസദനം മാറുകയുണ്ടായി. ജ്യോതിസദനത്തെക്കുറിച്ചുള്ള സ്മരണകൾ പി കുഞ്ഞിരാമൻ നായർ പങ്കുവെക്കുമ്പോൾ പയ്യന്നൂരിൻ്റെ വളരെ പ്രശസ്തമായ സുബ്രഹ്മണ്യ ക്ഷേത്രവും അതുപോലെ തന്നെ പ്രകൃതിയുടെ കളിത്തൊട്ടായി നിൽക്കുന്ന ഏഴിമലയും, ഏഴിമല ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഏഴിമലയുടെ പഴയ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ സംസ്കാരവും ഒക്കെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായി, ഒരു സ്മരണയിൽ അതിനെക്കുറിച്ചൊക്കെ ഓർമ്മിക്കാവുന്ന ഒരു സ്ഥലമായി അദ്ദേഹം ഈ ജ്യോതിസദനത്തെ കാണുകയുണ്ടായി. പയ്യന്നൂരിന് വടക്ക് പടിഞ്ഞാറായി
3 കിലോമീറ്റർ മാറി കാരയെന്ന കൊച്ചു ഗ്രാമം. പുഴയും വയലേലകളും ഒരുക്കുന്ന സുന്ദര ദൃശ്യങ്ങളിൽ ഗ്രാമീണ ഭംഗിയുടെ നിറവുകളുള്ള ഗ്രാമം. ഈ ഗ്രാമത്തിലാണ് കുഞ്ഞിക്കണ്ണൻ എന്ന പൊതുവാളുടെ ജനനം. 1915 ഫെബ്രുവരി 14 കുംഭമാസത്തിലെ ചതയം നാളിൽ കുഞ്ഞിക്കണ്ണൻ പിറന്നു. അമ്മയായ വണ്ണാടിൽ പുതിയ വീട്ടിൽ ശ്രീദേവിയമ്മയുടെ ഈ തറവാട്ട് വീട്ടിലാണ് കുഞ്ഞിക്കണ്ണൻ ജനിച്ചതും വളർന്നതും. അച്ഛൻ്റെ ഭവനം തൊട്ടടുത്തുള്ള കാരയിൽ കണ്ടമ്പത്ത് വീടാണ്. കുഞ്ഞമ്പുവെന്നാണ് അച്ഛൻ്റെ പേര്. ജ്യോതിഷത്തിൽ പ്രസിദ്ധനായ അദ്ദേഹം വലിയൊരു സരസ്വത്യുപാസകനായിരുന്നു. സരസ്വതീ മഠം സ്ഥാപിച്ച് നവരാത്രി പൂജ നടത്തി വന്ന അദ്ദേഹത്തിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് 6 മക്കളെ ലഭിച്ചു. ഉണ്ടായിരുന്നു. അതിൽ 2 മരിച്ചു പോയി, 3 മരിച്ചു. ഇപ്പോൾ ഒന്നേ ഉള്ളൂ പെണ്ണ്, 2 ആണ് ഇപ്പോൾ ഉണ്ട്. അതന്നെ കുഞ്ഞിക്കണ്ണാട്ടൻ അതിൽ ഒരാണ്. അത് മൂപ്പനാടുണ്ട്, വേറെ ഏട്ടനാടുണ്ട്. അതിനാണ് കുഞ്ഞിക്കണ്ണാട്ടൻ. പിന്നെ കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞിരാമൻ, ചിണ്ടൻ. പെണ്ണുങ്ങൾ പിന്നെ കുഞ്ഞങ്ങ, ചിരിക്കുഞ്ഞി, ദേവി. ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോ. എനിക്ക് 2 വയസ്സും 2 മാസത്തിനും ഇളത്. 2 വയസ്സും 2 മാസവും. പിന്നെ ഒന്നായിട്ടാണ് വിദ്യാഭ്യാസം. അച്ഛൻ്റെ കീഴിലാണ് ആദ്യത്തെ വിദ്യാഭ്യാസമെല്ലാം. അച്ഛൻ തന്നെ പഠിപ്പിക്കലാണ്. എഴുത്തല്ല. 2ാമതാണ് സ്കൂളിൽ പോയത്. സ്കൂളിൽ 5ാം തരം വരെ 5ാം തരം പാസ്സായിരുന്നു. അത്ര സ്കൂളിൽ അവിടെ ഇല്ലത്ത് വിദ്യാഭ്യാസത്തിന് ഞാനും അനുജനും പോയി. കുറേ ആളുണ്ടാവും വിദ്യാഭ്യാസത്തിന്. കമ്മാരൻ എഴുത്തച്ഛനാണ് ഗുരുനാഥൻ. കാവ്യം ആദ്യം രൂപം മുതൽ കാവ്യം കൃഷ്ണവില അല്ല എന്ന് പറയേണ്ടത് രഘുവംശം വരെ അവിടുന്ന് പഠിച്ചിരുന്നു. തായനേരി ഇല്ലത്തെ പഠനത്തിനു ശേഷം പണ്ഡിതോത്തമന്മാരായ കരിപ്പത്ത് കമ്മാരൻ എഴുത്തച്ഛൻ്റെയും കരിപ്പത്ത് കുഞ്ഞിരാമൻ എഴുത്തച്ഛൻ്റെയും കീഴിൽ പഠിച്ച് ഗണിതത്തിൽ കൂടുതൽ അവഗാഹം നേടി. ഏട്ടനും 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഇല്ലൂ. ചെറുപ്പത്തിൽ പഠിക്കാൻ മിടുക്കനാണ്. കരിപ്പത്ത് വയസ്സിൻ്റെ അടുക്ക, തായനേരി ഇല്ലത്ത് കുഞ്ഞിരാമൻ വയസ്സിൻ്റെ അടുക്ക എല്ലാം പോയി പഠിച്ചിരുന്നു. ഗണിതത്തിൽ നല്ല ബിരുദം മേടിച്ചിരുന്നു. സമ്പ്രദായം നല്ല സമ്പ്രദായമാണ്. നല്ല സമ്പ്രദായം. ഗജമനുജദ്ഭുതാകൃതിം പ്രജാപതി പ്രഭൃതി സുരേശ്വരാർച്ചിതം 950കളുടെ കാലം കേരളീയ ഗണിത ജ്യോതിഷത്തിൻ്റെ നവോത്ഥാന കാലഘട്ടമാണ്. അന്നുവരെ നിലവിലുണ്ടായിരുന്ന ശിഥിലമായ ഗണിത പദ്ധതികൾ മാറ്റി നൂതന ദൃഗ്ഗണിത പദ്ധതി ആവിഷ്കരിച്ചത് ഈ കാലത്താണ്. പ്രാചീനമായ ആര്യഭടീയ പരഹിത പദ്ധതികളിലൂടെ ഗണിച്ചു കിട്ടുന്ന ഫലം നിരീക്ഷണത്തിലെ ഗ്രഹസമാഗമവുമായി ഒത്തുവരാതായപ്പോൾ പുതിയൊരു ഗണിത പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ശുദ്ധ ദൃഗ്ഗണിതം.
തെക്കൻ കേരളത്തിൽ പുലിയൂരും കോരുമാസ്റ്ററും ഈ പദ്ധതിയുടെ പ്രചാരകരായപ്പോൾ വടക്കൻ കേരളത്തിൽ ആ ദൗത്യമേറ്റെടുത്തത് VPK പൊതുവാളും KVA രാമപൊതുവാളുമായിരുന്നു. 1936 VPKയുടെ സൂക്ഷ്മദൃഗണിത സോപാനം പ്രകാശനം ചെയ്യപ്പെട്ടു. ഗണിത പരിഷ്കരണത്തിന്റെ ഈ കാലഘട്ടത്തിലാണ് ജ്യോതിസദനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വളരെ കാലത്തിനിടയിൽ ഗണിത പരിഷ്കരണം നടക്കാതിരുന്നതിൽ നിന്ന് അതിന് മനസ്സിലാക്കിയതായ പരമഗുരുക്കന്മാരായ ശ്രീ കരിപ്പത്ത് കമ്മാരനെഴുത്തച്ഛൻ, ഗുരുനാഥൻ്റെ പിതൃശ്രീ കാരയിൽ കുഞ്ഞുമ്പെഴുത്തച്ഛൻ എന്നിവർ മനസ്സിലാക്കിയതനുസരിച്ച് ഗുരുനാഥനോട് നിർദ്ദേശിക്കുകയും അതുപ്രകാരം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു 50-51 കാലം. ആ കാലഘട്ടം ആദ്യമായിട്ട് ഗുരുനാഥൻ നിർമ്മിച്ചിട്ടുണ്ടായത് സൂക്ഷ്മഗണിത സോപാനം എന്ന ഗണിത ഗ്രന്ഥമായിരുന്നു. അത് സ്വയം ചിന്തിച്ച് വേണ്ടത്ര സൂക്ഷ്മമായില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല തവണകളിലായി ഞങ്ങളെ കൊണ്ട് ഗണിപ്പിച്ചിട്ടുണ്ട്. ഒടുവിൽ ആ എഴുതിയുണ്ടാക്കിയതായ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ പഞ്ചാംഗ പ്രസിദ്ധീകരണം തുടങ്ങി. അത് നാട്ടിലാകമാനം കുഴപ്പത്തിനിടയാക്കി. പഴയ ഗണിതമെന്നും പുതിയ ഗണിതമെന്നും പുച്ഛിച്ച് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായ ജ്യോത്സ്യന്മാർ വിരോധത്തോടു കൂടി ഇതിനെ കൈകാര്യം ചെയ്തു. സൂക്ഷ്മത മനസ്സിലാകാതെ ഇതിനെ എതിർത്തു. സാധാരണ ഈ ഗണിത ഗ്രന്ഥം പരിഷ്കരിക്കുക ഗ്രഹങ്ങളുടെ യോഗങ്ങൾ, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രഹണങ്ങൾ, ഗ്രഹങ്ങളുടെ മൗഢ്യം, വക്രം, ഇങ്ങനെ 5 വിധത്തിലുള്ളതായ നഗ്നദൃഷ്ടിക്ക് കാണാൻ പറ്റുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. അത് ദീർഘോചരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണുമ്പോഴാണ് ഈ ഗണിത ഗ്രന്ഥം പരിഷ്കരിക്കാൻ പതിവ്. അങ്ങനെ വളരെ കാലം ഇതിനു വേണ്ടി സമയവും ധനവും നഷ്ടപ്പെടുത്തി കണ്ണൂരിലും കോഴിക്കോടും ജ്യോതിസദനത്തിലും പല സന്ദർഭങ്ങളിലും ചർച്ചകൾ നടത്തി വിജയിച്ച ഒരു ശക്തിയാണ് എൻ്റെ ഗുരുനാഥൻ. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധന്മാരായ ഗണിത വിദ്വന്മനി പുലിയൂർ പുരുഷോത്തമൻ നമ്പൂതിരിപ്പാട്, വാച്ചാക്കര ആനിടിൽ രാമൻ എഴുത്തച്ഛൻ, കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, PK കോരുമാസ്റ്റർ, ശ്രീനിവാസൻ എഴുത്തച്ഛൻ, രാഘവ മന്നാടിയാർ മുതലായ ഏറ്റവും പ്രസിദ്ധന്മാരായ ഗണിതജ്ഞന്മാർ സംസാരിച്ച് ഏകകണ്ഠീയമായി അഭിപ്രായപ്പെട്ടത് പ്രകാരം ഉത്തരമലയാള പഞ്ചാംഗം ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെട്ടു വരികയാണ്. ആ കാലഘട്ടങ്ങളിൽ ഈ അടുത്ത കാലം വരെ പഴയ പഞ്ചാംഗങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഈ ജ്യോതിസദനത്തിൽ തന്നെ കാണിപ്പയ്യൂർ രണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പഴയതും ശരിയാണ്, പുതിയതും ശരിയാണെന്നുള്ള ഉദ്ദേശത്തിൽ 2 വിധത്തിലും ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടെ നിന്ന് അദ്ദേഹം ഇതിനെ മാത്രം അംഗീകരിച്ച് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഒടുവിൽ ഗുരുവായൂർ വെച്ച് ശ്രീ കാഞ്ചി കാമകോടി ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഭാരതത്തിലുള്ള എല്ലാ ജ്യോത്സ്യന്മാരെയും സംഘടിപ്പിച്ച് ചെയ്ത ചർച്ചയിലൂടെ ഇതിനെ സ്ഥിരീകരിക്കുകയും അവിടെ നിന്ന് ഗുരുനാഥന് ഗണിത ജ്യോതിഷ ചക്രവർത്തി എന്ന ബിരുദം അനുഗ്രഹപൂർവം ജഗദ്ഗുരുവിൽ നിന്ന് സമ്പാദിക്കാനും ഇടവന്നിരിക്കുന്നു. ആ ഗുരുനാഥൻ്റെ ശിഷ്യന്മാരായി പ്രവർത്തിക്കുക, ശുശ്രൂഷിക്കുക എന്നതിൽ പരം സുഹൃതം ഈ ജീവിതത്തിൽ വേറെ നേടേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ശശിലം സോമം ശംഭോർമകുടഭൂഷണം ധരണീഗർഭസംഭൂതം വിദ്യുത് കാഞ്ചന സന്നിഭം കുമാരം ശക്തിഹസ്തം ച മംഗളം. നിരവധി പുരസ്കാരങ്ങൾ VPK പൊതുവാളെ തേടിയെത്തിയിട്ടുണ്ട്. 25ാമത്തെ വയസ്സിൽ അയോധ്യയിലെ സംസ്കൃത വിദ്വത്സഭ പുരസ്കരിച്ച ജ്യോതിർഭൂഷണം ബഹുമതിയാണ് ഇവയിൽ ആദ്യത്തേത്. തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണ്ഡിറ്റ് ബിരുദം, ശൃംഗേരി പീഠത്തിൻ്റെ ജ്ഞാനമുദ്ര, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ജ്യോതിഷ തിലകം തുടങ്ങി എത്രയെത്ര ബഹുമതികൾ. 1981 ഗുരുവായൂർ പാർത്ഥസാരഥി മഹാക്ഷേത്രത്തിൽ വെച്ച്
കാഞ്ചി കാമകോടി പീഠം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഇന്ത്യയിലെ പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാരുടെ സാക്ഷിത്വത്തിൽ അദ്ദേഹത്തെ ഗണിത ജ്യോതിഷ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യിച്ച സംഭവം സുപ്രധാന സംഭവമാണ്. ഗണിതത്തിൽ മാത്രമല്ല, ഫലഭാഗ ജ്യോതിഷത്തിലും ചക്രവർത്തിയാണെന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് VPKയുടെ പ്രകടനങ്ങൾ. ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലും അദ്ദേഹം പ്രശ്നവിചാരം ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ, ശബരിമല, തിരുപ്പതി, കൊല്ലൂർ, ഉടുപ്പി, ശൃംഗേരി, കാഞ്ചി, ധർമ്മസ്ഥലം തുടങ്ങിയ പ്രസിദ്ധ കേന്ദ്രങ്ങളിലെല്ലാം കുഞ്ഞിക്കണ്ണ പൊതുവാൾ ദേവപ്രശ്നം നടത്തിയിട്ടുണ്ട്. സൗമ്യായ ദേവഗുരവേ ഭൃഗുനന്ദനായ സൂര്യാത്മജായ ഭുജഗായ ച കേതവേ ച. 1976 ഗുരുവായൂരിലെ പ്രശ്നം, അഷ്ടമംഗല പ്രശ്നം, 10-13 ദിവസം ഒന്നിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ജളയും പറയുമ്പോൾ ഒന്നിച്ച് ഞാൻ തന്നെയായിരുന്നു ശിഷ്യനായിരുന്നു. രണ്ടാമത് 1986 ഉണ്ടായിരുന്നു. അവിടെ നല്ല അംഗീകാരങ്ങളെല്ലാം വാങ്ങി വന്നതാണ്. അതുപോലെ പുല്ലൂർ മൂകാംബിക പ്രശ്നം 1977 അന്ന് ഞാൻ തന്നെയായിരുന്നു ശിഷ്യനായിട്ട് ഒന്നിച്ചു പോയത്. ജ്യോതിഷ പണ്ഡിതനായ VPK പൊതുവാൾ എങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് ഉയർന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ നിലക്കാത്ത ഔദാര്യവും അദ്ദേഹത്തിന് ഈ ജ്യോതിഷത്തിനോടുള്ള പ്രതിബദ്ധതയുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് നിദാനമായിട്ടുള്ള 1-2 സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ തേട്ടി വരിക. പാദരനുക്കളാൽ പരിഭൂതമായിട്ടുള്ള രംഗമാണല്ലോ ശൃംഗേരി. അവിടെ ഒരു പ്രശ്നചിന്ത നടത്തുകയുണ്ടായി. അഭിനവതീർത്ഥ സ്വാമികൾ അന്നത്തെ മഠത്തിൻ്റെ അധിപതിയായിരുന്നപ്പോൾ പ്രശ്നചിന്തയ്ക്ക് ക്ഷണിക്കപ്പെട്ടത് ജ്യോതിർഭൂഷൺ VPK പൊതുവാളായിരുന്നു. ആ പ്രശ്നചിന്തയിൽ പൊതുവാൾ പ്രവചിക്കുകയുണ്ടായി. സ്വാമിജിയുടെ ഏറ്റവും അടുത്ത 3 പേർ 3 മാസത്തിനുള്ളിൽ മരിക്കും എന്നുള്ളതായിരുന്നു അത്. ആ പ്രവചനം തീർത്തും ഫലിച്ചു. സ്വാമിജിക്കും അടുത്തുള്ളവർക്കും സ്വാമിജിയുടെ അടുത്തവരുണ്ടോ, അദ്ദേഹത്തിന് സർവ്വരും ഒരുപോലെയല്ലേ എന്ന് തോന്നുകയുണ്ടായി. എങ്കിലും സംഭവിച്ചത് ആ പ്രവചനത്തിൻ്റെ ഔത്കൃഷ്ടത്തെ തെളിയിക്കുകയാണ്. സ്വാമിജിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു അന്നത്തെ മൈസൂർ മഹാരാജാവ്. അദ്ദേഹം പെട്ടെന്നാണ് തീപ്പെട്ടത്. മാത്രമല്ല, സ്വാമിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും അടുത്തൊരു സേവകനും ഇതേ കാലഘട്ടത്തിൽ തന്നെ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു. ഇത് യാഥാർത്ഥ്യമായി തീർന്നപ്പോൾ സ്വാമികൾ VPK പൊതുവാളെ സ്വർണപ്പതക്കം നൽകി ആദരിക്കുകയുണ്ടായി. മറ്റൊരു പിഴക്കാത്ത പ്രവചനം നടന്നത് ഗുരുവായൂർ ക്ഷേത്രാങ്കണത്തിലായിരുന്നു. ക്ഷേത്ര സംബന്ധിയായ ഒരു പ്രശ്നത്തിൽ അവിടുത്തെ ബിംബത്തിന് ചാർത്തിയിരുന്ന ദിവ്യാംബരം തീപിടിക്കുകയുണ്ടായി. അക്കാര്യം പൊതുവാൾ പ്രവചിച്ചപ്പോൾ ക്ഷേത്ര ജീവനക്കാർ സമൂലമായി അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ അതിന് ദൃക്സാക്ഷിയായിരുന്ന ഒരു ഭക്തൻ അവിടെ വരികയും താൻ കണ്ടതായി പറയുകയും ചെയ്തപ്പോൾ ആ പ്രവചനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രശംസിക്കുകയുണ്ടായി. അത് ഫലിച്ചു. പൊതുവാൾ അവിടെ വെച്ച് തന്നെ ആദരിക്കപ്പെട്ടു. ഒരു അനുഭവം ഉണ്ടായി. ഒരു പ്രാവശ്യം വന്നപ്പോൾ കാസർഗോഡ് നിന്ന് മറ്റോ 2-3 ആൾക്കാർ വന്നു.
എന്നിട്ട് പറഞ്ഞൊരു രാശി വെച്ചു പ്രശ്നം അറിയാൻ വേണ്ടി. അദ്ദേഹം ഇതെല്ലാം കളെല്ലാം വരച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു പാറ്റ ചെറിയ അത് എവിടുന്ന് ഇളഞ്ഞ് തിരിച്ചൊരു കളത്തിൽ വന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ നിമിത്തം നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ 4-ാം ഭാവത്തിൻ്റെ നിങ്ങൾ തന്നെ 4-ാം ഭാവത്തിൻ്റെ കിഴക്ക് തെക്ക് ഭാഗത്ത് ഒരു സർപ്പക്കാവുന്നു. അവിടെ നിന്നൊരു സർപ്പം വന്ന് നിങ്ങളുടെ 4-ാം ഭാവത്തിൻ്റെ പൊട്ടിലകത്ത് താമസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പ്രശ്നത്തിൽ വന്നത്. അപ്പോൾ അവർ നമസ്കരിച്ചിട്ട് ജ്യോതിസദനം കലണ്ടർ, ഉത്തര മലയാള പഞ്ചാംഗം, നാട്ടുകാരുടെ അടിസ്ഥാന കാലരേഖകളാണിവ. 1937 പൊതുവാൾ ആദ്യമായി പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യകാലത്ത് തലശ്ശേരിയിൽ വെച്ചാണ് ഇതിൻ്റെ അച്ചടി നിർവഹിച്ചിരുന്നത്. അവിടെ ഞാനാണ് പോയി ഒരു 10 ദിവസം താമസിക്കാറ്. പ്രൂഫൊക്കെ നോക്കി അവിടുന്ന് തെറ്റി തീർത്ത്. ആ കാലത്ത് പഞ്ചാംഗത്തിന് വില കുറവാണ്, എന്നാലും പ്രചാരം വേണ്ടേ. കോഴിക്കോട് മുതൽ മംഗലാപുരം വരെ പ്രചാരത്തിന് ഞാൻ പുറപ്പെട്ടു. നടന്നും റെയിൽ വഴിയും ഒക്കെ അന്ന് ബസ് കുറവാണ്. അങ്ങനെ കുറച്ച് കൊല്ലം കൊണ്ട് നല്ല പ്രചാരത്തിലെത്തി. ഈ പഞ്ചാംഗത്തിന്റെ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഇത് നിൽക്കുന്നുണ്ടെങ്കിലും അതിൽ വളരെ പ്രതിബന്ധവും ശത്രുതയൊക്കെ എത്രയോ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് അത് പഞ്ചാംഗം പുരോഗമിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിലേക്ക് തന്നെ പ്രധാനമായ ഒരു സ്ഥാനം ആ പഞ്ചാംഗത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലാകെ പ്രചാരത്തിലുള്ള മാതൃഭൂമി പഞ്ചാംഗം, ഇന്ത്യ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പഞ്ചാംഗത്തിന്റെ മലയാളം പതിപ്പ്, ഇവയ്ക്ക് പുറമെ നിരവധി കലണ്ടറുകൾ, ദേശാഭിമാനി, ചന്ദ്രിക, മാതൃഭൂമി, ജന്മഭൂമി, കേരളത്തിലെ പ്രസിദ്ധ മാധ്യമങ്ങളുടെയെല്ലാം കലണ്ടറുകൾ നിർമ്മിക്കുന്നത് ജ്യോതിസദനത്തിൽ തന്നെ. സൂര്യർദാനവപൂജിതശ്ച സജീവോ സഹസ്രാംശുജഃ സൂര്യശ്ചന്ദ്രമാസീതരശ്മിർ ഹേമാവിത്നോ ബോധനശ്ചേന്ദുപുത്ര ആരോ വക്രഃ ക്രൂരദൃക്ചാവനേയ കോണോ മന്ദഃ സൂര്യപുത്രോസിതശ്ച ജീവോംഗിരാസുരഗുരുർവചസംപതിർജ്യോ ശുക്രോ ഭൃഗുർഭൃഗുസുതസ്സിത ആസ്ഫുജിച്ഛ രാഹുസ്തമോ ഗുരസുരശ്ച ശിഖീനികേതു പര്യായമന്യപരഭ്യവതിർച്ച ലോകാത് രക്തശ്യാമോ ഭാസ്കരോ ഗൗര ഇന്ദുർ നാത്യുച്ചംഗോ രക്തഗൗരശ്ച വക്ര ദുർവാശ്യാമോ ജ്ഞോ ഗുരുർഗൗരഗാത്ര ശ്യാമശുക്രോ ഭാസ്കരി കൃഷ്ണലേഹ. ജ്യോതിഷത്തിന്റെ ഒരു സുപ്രീം കോർട്ട് എന്ന നിലയിലാണ് ജ്യോതിസദനത്തെ കാണുന്നത്. അതുതന്നെ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ഒരു അവാർഡായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ജ്യോതിസദനം നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന പാവനമായ ഗുരുകുലമാണ്. നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. ദേവപൂജ്യം എന്ന് പറയുന്നതാരെയും ജാടം നോക്കുകയോ ഇവിടെ ജ്യോതിഷവും സംസ്കൃതവും പഠിപ്പിക്കപ്പെടുന്നു. ഒട്ടേറെ ശിഷ്യന്മാർ ഇവിടെ നിന്നും പഠിച്ച് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ജ്യോതിഷ പ്രചാരണം നടത്തിവരുന്നു. ഇന്നിവിടെ 18ഓളം ജ്യോതിഷ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. താമസിച്ചു പഠിക്കുന്നവരും അല്ലാത്തവരുമുണ്ട്. ജ്യോതിഷത്തിൻ്റെ 3 സ്കന്ധങ്ങളും ഇവിടത്തെ സിലബസിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ വിദ്യാർത്ഥിയും ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. പ്രഭാതകൃത്യത്തിനു ശേഷം നിത്യപഞ്ചാംഗ പൂജ ചെയ്യുന്നു. മുൻപ് പഠിച്ച പാഠഭാഗങ്ങൾ ചൊല്ലിക്കൂട്ടിയും പുതിയ പാഠഭാഗങ്ങൾ തെറ്റുതിരുത്തി പഠിച്ചുകൊണ്ടും ഗണിതക്രിയകൾ അഭ്യസിച്ചുകൊണ്ടും അവർ ദിവസം മുഴുവൻ പഠിക്കുന്നു.
ഉച്ചയ്ക്കു ശേഷമാണ് ക്ലാസ്. സദനം നാരായണൻ, AV മാധവൻ, ജഗദീശൻ, P മാധവൻ തുടങ്ങിയവരാണ് ജ്യോതിഷ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. ജ്യോതിഷ പഠനത്തിന് പുറമെ വലിയൊരു സംസ്കൃത പഠന കേന്ദ്രം കൂടിയാണ് ജ്യോതിസദനം. ദിവംഗതന്മാരായ വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ, വ്യാകരണ ശിരോമണി OK മുൻഷി മാസ്റ്റർ എന്നിവർ ഇവിടുത്തെ അധ്യാപകരായിരുന്നു. ഇന്ന് പ്രമുഖ സംസ്കൃത അധ്യാപകനും ജ്യോതിസദനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ E ശ്രീധരനും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. മുഴുവൻ പഠനവും സൗജന്യമാണ് എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ മഹത്വം. ആരോ വക്രഃ ക്രൂരദൃക്ചാവനേയ ഗോണോ മന്ദഃ സൂര്യപുത്രോസിതശ്ച ജീവോംഗിരാസുരഗുരുർവചസംപതിർജ്യോ ശുക്രോ ഭൃഗുർഭൃഗുസുതസ്സിത ആസ്ഫുജിച്ച രാഹുസ്തമോ ഗുരസുരശ്ച ശിഖീരികേതു പര്യായമന്യതുപരഭ്യവതിർച്ച ലോകാത് രക്തശ്യാമോ ഭാസ്കരോ ഗൗര ഇന്ദുർ നാത്യുച്ചങ്കോ രക്തഗൗരശ്ച വക്ര ദുർവാശ്യാമോ ഗുരുർഗൗരഗാത്ര ശ്യാമശുക്രോ ഭാസ്കരി കൃഷ്ണദേഹ വർണ്ണാസ്താമ്രസിതാതിരക്തഹരിതവ്യാപീതചിത്രാസിത വന്യം ഭഗ്നിജകേശവേന്ദ്രസജികാ സൂര്യാദിനാദാക്രമാത് പ്രാഗാദ്യാരവിശുക്രലോഹിതതമഃ സൗരേന്ദുവിസ്സൂരയ ക്ഷീണേന്ദർക്കമഹീസുതർക്കതനയാഃ പാപവാബുധസ്തേർയുധഃ ബുധസൂര്യസുതോ നപുംസകാഖ്യോ ശശിശുക്രോ യുവതീനരാസ്തു ശേഷാഃ ശിഖിപൂകവയൗ മരുദ്ഗണാനാം വശിനോ ഭൂമിസുതാദയ ക്രമേണ. ജ്യോതിസനത്തിൻ്റെ ഈ വളർച്ചയ്ക്ക് ഏറ്റവും അധികം പ്രോത്സാഹനമായിട്ട് നിന്ന് വന്ന ഒരു വ്യക്തിയെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കേണ്ടതുണ്ട്. കാരണം സർവവിദ്യാ വിചക്ഷണനായ വിദ്വാൻ ശ്രീ AK കൃഷ്ണൻ മാസ്റ്റർ ഈ ജ്യോതിസദനം എന്ന ഗുരുകുലത്തിൻ്റെ ഒരു ആചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും ജ്യോതിസദനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ ഇത്രയധികം വേഗത്തിൽ പ്രാവർത്തികമാക്കാനും ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രശസ്തി ഉണ്ടാക്കാനും ഇടവന്നിട്ടുണ്ട്. AK കൃഷ്ണൻ മാസ്റ്റർ എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും എനിക്ക് എന്നെ ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മാഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സ്ഥലത്ത് മാഷ് പ്രശ്നത്തിൽ കൂട്ടിപ്പോകാനൊക്കെ അറിയാതെ അങ്ങനെ ആ സന്ദർഭത്തിൽ ഞാനും മാഷും കൂടെ പ്രശ്നം പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇളയപ്പൻ്റെ പ്രശ്നം വലിയ ചെറിയ ആശയങ്ങൾ വളരെ ദീർഘിപ്പിക്കാതെ ജനങ്ങളിൽ പെട്ടെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളൊരു കഴിവ് ഇളയപ്പൻ്റെ പ്രശ്നത്തിൽ നമ്മൾ കാണുന്നത്. ചില പ്രശ്നങ്ങൾ 10 ദിവസവും 20 ദിവസവും പറയേണ്ട പ്രശ്നങ്ങൾ 5-6 ദിവസം കൊണ്ട് തീർത്ത് വളരെയധികം ജനങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്നും ഒരു സന്തോഷം സ്വീകരിച്ചു വന്നതായിട്ട് എനിക്കറിയാം. കാരണം അന്നു മുതൽ ഇന്നും ഇളയപ്പൻ പ്രശ്നം പോകുന്നത് വരെ ഞാൻ ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എത്തിയ അന്ന് മുതൽ പെരുന്നാൾ തന്നെ ഞാൻ ഇളയപ്പൻ്റെ ശിഷ്യനായിട്ട് പുറത്ത് പ്രശ്നത്തിൽ പോയതായിട്ടുണ്ട്. നാടൻ കലകൾക്ക് പേരുകേട്ട പയ്യന്നൂരിലെ ഫോക്ലോറിസ്റ്റുകളുടെ സംഗമ കേന്ദ്രം കൂടിയാണ് ജ്യോതിസദനം. സംഘടനയ്ക്ക് രൂപം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഫോക്ലോറിനെ സംബന്ധിച്ചുള്ള ഒരു സംഘടന വരുന്നത് ഉത്തര കേരളം കേന്ദ്രമാക്കിക്കൊണ്ട് വേണം എന്ന് തീരുമാനിക്കപ്പെട്ടു. ഉത്തര കേരളത്തിലാവുമ്പോൾ അത് പയ്യന്നൂർ ആസ്ഥാനമായിട്ടുണ്ടാകണം എന്നതാണ് അന്ന് ചർച്ച ചെയ്തപ്പോൾ തീരുമാനത്തിലെത്തിയത്. പയ്യന്നൂരിൽ ഫോക്ലോറിന് ഒരു ആസ്ഥാനം എന്ന നിലയിൽ ബഹുമാന്യനായ AK കൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അത് ജ്യോതിസദനത്തിലാണ് അതിൻ്റെ ആദ്യത്തെ കൂടിയാലോചന യോഗം ചേർന്നത്.
ജ്യോതിസദനത്തിൽ വെച്ചിട്ടാണ് ഫോക്ലോർ ഫെലോസ് ഓഫ് മലബാർ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ രൂപീകരണ യോഗം നടക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കൃഷ്ണ മാസ്റ്ററാണ്. അക്കാദമിക രംഗത്തും ജനകീയ രംഗത്തും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അക്കാദമിക രംഗവുമായി ബന്ധപ്പെട്ട് പബ്ലിക്കേഷൻ ഡിവിഷൻ ഞങ്ങൾ തുറന്നിട്ടുള്ളത് അതിൻ്റെ ആഫീസും ജ്യോതിസാനം തന്നെയാണ്. മൂർത്തിത്വേ പരികൽപിതശശഭൃതോ വർമ്മാ പുനർജന്മനാം. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രശ്നചിന്തക്കായി ജ്യോതിസദനത്തിൽ എത്തിച്ചേരുന്ന സന്ദർശകർ നിരവധിയാണ്. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകഥായ ശ്രുതൗ വാചം നഃ സദതാതു നൈകകിരണസ്ത്രൈലോക്യദീപോ രവിഃ ഗജാനനം ഗജമനുജദ്ഭുതാകൃതിം. ഉച്ചനേരം വരെ മാത്രമേ ഇവിടെ പ്രശ്നവിചാരം ചെയ്യാറുള്ളൂ. സങ്കീർണങ്ങളായ പ്രശ്നവിചാരങ്ങളിലെല്ലാം അന്തിമവിധി പലപ്പോഴും ജ്യോതിസദനത്തിൻ്റെതായിരിക്കും. സദനം നാരായണൻ, AV മാധവൻ, P മാധവൻ, ജഗദീശൻ തുടങ്ങിയവർ ഇന്നിവിടെ പ്രശ്നചിന്ത നടത്തിവരുന്നു. കാരയിൽ പ്രദേശത്തുള്ള അതിന് ചുറ്റുപാടുമുള്ള ആളുകൾ അത് ജാതി മത ഭേദമന്യേ സാമ്പത്തികമായി പരാധീനതയുള്ളവരായാലും അല്ലെങ്കിൽ കഴിവുള്ളവരായാൽ പോലും എന്ത് പ്രശ്നമുണ്ടായാലും അത് ജ്യോതിസദനത്തിൽ ചെന്നാൽ പരിഹരിക്കാം, എഴുത്തച്ഛനെ കണ്ടാൽ അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരയിൽ എന്ന പ്രദേശത്ത് നിന്ന് വന്ന് പയ്യന്നൂരിൽ ജ്യോതിസദനം സ്ഥാപിച്ച ശ്രീ VP K പൊതുവാൾ ഈ നാട്ടിന് കാരയിൽ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ സംഭാവനയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. മക്കളുടെ ജാതകമുണ്ടാക്കുകയെന്നത് പിതാവിൻ്റെ പ്രഥമ കർത്തവ്യമായി ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ജാതകഫലം അറിഞ്ഞ് മുൻകൂട്ടി ഒരുക്കം നടത്താൻ നമുക്ക് കഴിയുന്നു. ജാതകം കൃത്യമായി സൂക്ഷ്മമായി ഗണിച്ചു കിട്ടാൻ ജ്യോതിസദനം നമ്മെ സഹായിക്കുന്നു. ജപാകുസുമ സംകാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം ദതിശങ്കതുഷാരാഭം. നമ്മുടെ ജ്യോതിസദനം ശ്രീ VP കുഞ്ഞിക്കണ്ണപ്പുതുവാൾ ജ്യോതിഷരുടെ പരിശ്രമത്തിൽ നിന്ന് ഉണ്ടായ സ്ഥാപനമാണ്. അത് വെറും ഒരു ഗ്രഹത്തിൻ്റെ സംജ്ഞ മാത്രമല്ല, ശരിയായിട്ടുള്ള ഒരു ജ്യോതിഷദനം തന്നെയാണ്. ജ്യോതിഷകൾ എന്ന് പറയുന്നത് തന്നെ ഗ്രഹനക്ഷത്രാദി ഗോളങ്ങളാണ്. അതിൻ്റെ ഒരു സദനമാണ്. എപ്പോഴും ആ സദനത്തിൽ ഈ പ്രവർത്തികൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ജ്യോതിസദനം. പിന്നീട് ആ ജ്യോതിസദനത്തിൻ്റെ ശേഷമായി ഗണിതത്തിൻ്റെ പരിഷ്കരണം മുതലായിട്ടുള്ളതും ഗണിത ജ്യോതിഷ ചക്രവർത്തി എന്നുള്ള ആ വിഖ്യാതമായ ഏഴും മഠാധിപതികളിൽ നിന്ന് സമ്പാദിക്കാൻ ഇടവരികയും വളരെ നല്ല നിലയിൽ ജ്യോതിസദനം പുരോഗമിച്ചുകൊണ്ട് തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. ധാരാളം ശിഷ്യസമ്പത്തുകളും പ്രശിഷ്യവർഗങ്ങളും ജ്യോതിസദനത്തിനുണ്ട്. അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ അപാര വിദഗ്ധനാണ്. മാത്രമല്ല പല വിഭാഗത്തിലും വളരെയധികം പേരുള്ള ആളാണ് ശ്രീ VP കുഞ്ഞിക്കണ്ണപ്പുതുവാൾ. മാത്രമല്ല എനിക്ക് ഈ ജ്യോതിസദനത്തിൻ്റെ ഉത്ഭവകാലം മുതൽക്കേ പരിചയമുള്ള ഒരാളുമാണ്. എൻ്റെ ഗുരുനാഥൻ്റെ മകനുമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമം ഗണിതത്തിൽ സാധാരണ പരിശ്രമമല്ല. ഏതൊരു വിഷയം വന്നാൽ അത് വേണ്ടത്ര കൈകാര്യം ചെയ്ത് അതിൻ്റെ സൂക്ഷ്മതയിൽ എത്തിക്കാനുള്ള ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമായ മേധാസമ്പത്ത് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏകദേശം ഒരു 30 വർഷം ഞാൻ ലയത്തിൽ നിർമ്മിച്ചിട്ട് ഉണ്ടായിരുന്നു. 72 ആണ് SSLC കഴിഞ്ഞ് ഉടനെ തന്നെ ലയത്തിൽ ജ്യോതിഷം പഠിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് മുതൽ ഇന്ന് വരെ ജ്യോതിസദനത്തിൽ എത്താതെ ഞാൻ എവിടെയും പോയി. എവിടെ പോയി വന്നാലും ആദ്യം ഇവിടെ ഇടയ്ക്ക് കണ്ട് നമസ്കരിച്ച് മാത്രമേ ഞാൻ എൻ്റെ മറ്റുള്ള ഏത് കാര്യങ്ങൾക്കും പോകുള്ളൂ.
ആ ഒരു അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട്. ഗണിത ജ്യോതിഷ ചക്രവർത്തിയുടേതായി 4 ഗ്രന്ഥങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശുദ്ധ ദൃഗണിതം, സൂക്ഷ്മ ദൃഗണിത സോപാനം, സൗന്ദര്യഛായ, ഭാഷാഗോചരഫലം. ഇവയ്ക്ക് പുറമെ നിരവധി സ്തോത്രകൃതികളും പൊതുവാളുടേതായിട്ടുണ്ട്. പ്രതിമംബുധം സൗമ്യം സൗമ്യഗുണോ വേദം തം ബുധം പ്രണമമ്യഹം. പയ്യന്നൂർ ഈശനെക്കുറിച്ചെഴുതിയ സുപ്രഭാതം കാസറ്റ് രൂപത്തിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട്. തം ഗുരും പ്രണതോസ്മ്യഹം ഹിമകുന്ദ മൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര. ആയിരം പൂർണ്ണചന്ദ്ര സായുജ്യം നേടിയ പൊതുവാൾ നവതിയിലേക്ക് പ്രവേശിക്കുകയാണിപ്പോൾ. തിരക്കുപിടിച്ച കർമ്മമണ്ഡലങ്ങളിൽ നിന്നും വിരമിച്ച് കുടുംബജീവിതത്തിൻ്റെ സന്തോഷം പൂർണ്ണമായും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുവരികയാണ്. പ്രായാധിക്യവും രോഗവും ശരീരത്തെ അലട്ടുമ്പോഴും നിറഞ്ഞ കുടുംബത്തിൻ്റെ സ്നേഹവും പരിചരണവും സ്വന്തമാക്കിക്കൊണ്ട് അസ്വസ്ഥതകളെ മറികടക്കുന്നു. അണുകുടുംബങ്ങളിൽ പോലും അലോസരങ്ങൾ ഉരുണ്ടുകൂടുന്ന ഇക്കാലത്ത് മക്കളും മരുമക്കളും പേരമക്കളുമടങ്ങുന്ന വലിയൊരു കുടുംബത്തെ പരസ്പര വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയിലൂടെ മുന്നോട്ട് നയിക്കുവാൻ ഈ ഗൃഹനാഥന് കഴിയുന്നു. ജ്യോതിഷത്തിൽ ഈ ഇന്നത്തെ നിലയിലുള്ള വളർച്ചയ്ക്ക് അത്യധികം പ്രവർത്തിച്ച അച്ഛൻ്റെയും അതുപോലെ വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്റർ, ഇവരുടെയൊക്കെ ഉദ്ദേശത്തെ അതേപടി നിലനിർത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം, അതിൻ്റെ ഒരു ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയും ഇപ്പോഴും ഈ ജ്യോതിഷം പഠിക്കുന്നതിന് വേണ്ടി വളരെയധികം ആൾക്കാർ ഞങ്ങളെ സമീപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു വ്യാപാര അടിസ്ഥാനത്തിലല്ലാതെ ഈ ശാസ്ത്രത്തെ ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്ന് ലക്ഷ്യം വെച്ച് വരുന്ന ആൾക്കാർക്ക് മാത്രം നമ്മൾ നിബന്ധന വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. കാരണം ഇവിടുന്ന് ജ്യോതിഷത്തിൽ പഠിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ ഇപ്പോൾ ജ്യോതിഷന്മാരാവാം എന്നുള്ള ഒരു പ്രചാരം കൂടെ ഇതിൻ്റെ ഒരു അനുബന്ധമായിട്ട് നടന്നു വരുന്നുവെന്ന് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേര് ദോഷം ജ്യോതിഷത്തിനെ ബാധിക്കാതിരിക്കാൻ ഉത്തരവാദിത്തമുള്ള ശാസ്ത്രജ്ഞന്മാരെ ജ്യോതിഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഭാവി പ്രവർത്തിക്കുന്ന ഉത്തമവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികളെയും ആൾക്കാരെയും മാത്രമാണ് ഞങ്ങളിപ്പോൾ ഈ ജ്യോതിഷത്തിൽ സ്വീകരിക്കുന്നത്. അത് ഏതാണ്ട് ഫലം കണ്ടു വരുന്നുമുണ്ട്. ഇനിയും ഉള്ള ഭാവിയിൽ ഈ ജ്യോതിഷത്തിൽ ഈ പഴയ മഹത്തുക്കൾ സൃഷ്ടിച്ചെടുത്ത ആ പേരും അതിൻ്റെ പെരുമയും നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. അത് പയ്യന്നൂർ പെരുമാൾ അതിന് കടാക്ഷിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ആത്മീയ ശക്തിയുടെയും ശാസ്ത്രവിജ്ഞാനത്തിൻ്റെയും സമഞ്ജസ മേളനമാണ് ജ്യോതിഷത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. മനഃശാന്തി കുറഞ്ഞു വരുന്ന സമൂഹത്തിന് ആശയുടെയും വെളിച്ചത്തിൻ്റെയും പൊൻകിരണങ്ങൾ തൂകാൻ ഈ ശാസ്ത്രത്തിന് കഴിയുന്നു. കാലത്തെ നിർണയിക്കുന്ന ശാസ്ത്രം കാലാധിവർത്തിയായി മാറുന്നത് അതുകൊണ്ടാണ്. വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും വിറ്റ് കാശാക്കി കീശവീർപ്പിക്കുന്ന കച്ചവട വർത്തമാനകാലത്തിൽ ജ്യോതിസദനം സത്യസന്ധതയുടെയും വിശ്വാസത്തിൻ്റെയും ഊർജസ്രോതസ്സായി ജ്വലിക്കുകയാണ്. ജ്യോതിഷ മഹാസാഗരത്തിൽ നിന്നും VPK പൊതുവാൾ എന്ന കുലപതിയും ജ്യോതിസദനം എന്ന പാവന ഗുരുകുലവും ആവാഹിച്ചു വാനത്തോളം ഉയർത്തിയെടുത്ത വിജ്ഞാനത്തുള്ളികൾ ബ്രഹ്മാണ്ഡത്തിൽ
കോടാനുകോടി നക്ഷത്രങ്ങളും ജ്യോതിർഗോളങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം മഹാമേഘങ്ങളായി ചമഞ്ഞ് മഴയായി പെയ്ത് ജീവിത ദുഃഖത്താൽ ചുട്ടുപഴുത്ത ജനമനസ്സുകൾക്ക് തെളിനീരായി പെയ്തൊഴുകി അനന്തതയിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ജ്യോതിശാസ്ത്രാർത്ഥദം ഭദ്രം ജ്യോതിർഭൂഷണഭാസുരം കുമാരവത് പരം ജ്യോതിസ്സദനം ഗുരുമാശ്രയേ.